വെൽക്കം ടു സാഹൂസ് വ്ലോഗ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്ത ഉഴുന്നാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉഴുന്ന് അരയ്ക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കണം. വെള്ളം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വടയ്ക്ക് തുളയിടാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് റവ ചേർക്കുന്നത് നല്ല പുറം കൊണ്ട് നല്ല ക്രിസ്പിയാവാനാണ് ഇതിങ്ങനെ കുറച്ച് റവ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സവാള. എത്ര സവാള ഉണ്ട്? ഇത് 2 സവാള. 2 സവാള കൊത്തി അരിഞ്ഞത്. ഇതിപ്പോ കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് കടയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര തോനെ എടുക്കുന്നത്. ഏകദേശം എത്ര വടയ്ക്ക് വരും? ഇത് ഏകദേശം ഒരു 10-25 വടയോളം വരും. പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കുരുമുളക് ചതച്ചെടുത്തത്, ലേശം ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഉപ്പൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തില് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മാവ്. ഇനി തിളച്ച് കിടക്കുന്ന എണ്ണയാണ്. അതിൽ കൈ നനച്ചിട്ട് വേണം ഇങ്ങനെ മാവ് ഉരുട്ടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഏകദേശം ഇത്രയും വലുപ്പത്തിൽ, ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിന് എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി തുളയിട്ട് എണ്ണയ്ക്കകത്തോട്ടിട്ടാൽ മതി. ഒരേ സമയം നമുക്ക് എത്ര വട ഇതിനകത്ത് ഇടാൻ പറ്റും? നമ്മള് എണ്ണ തോനെ ഒഴിക്കുന്നത് വലിയ ഇരുമ്പിച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-20 എണ്ണമൊക്കെ ഒരു സമയം ഇടാം. ഇതിപ്പോ നമ്മളൊരു 10 എണ്ണമൊക്കെ ഇതിനകത്ത് ഇടാറുള്ളൂ. ഇതുപോലെ ഉരുട്ടി ഇങ്ങനെ ആക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോ തിരിച്ചിടാം അല്ലേ? അത് ചെറിയ കളർ വരുമ്പോ തിരിച്ചിടാം. ഇനി 1-2 വട്ടം തിരിച്ചിട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളർ ആകുമ്പോ കോരിയാം. ഓക്കെ, ഇപ്പൊ ഒരു ഏകദേശം പകുതിയോളം മൂപ്പെത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോരാം അല്ലേ? 5 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. എണ്ണയിൽ കോരി എടുക്കാം. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.